ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വിശേഷങ്ങൾ എന്താണ് ഈദ് മുബാറക്കിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. അങ്ങനെ തന്നെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ പെരുന്നാളാണെന്നൊരു ഓർമ്മയില്ലാണ്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് 6:20 ആയപ്പോഴാണ് ഞങ്ങളെല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വേഗം കുട്ടികളോടൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പിന്നെ ഇതാ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അവർക്ക് 7:30 കേട്ടോ പള്ളിയുള്ളത്. അങ്ങനെ ഇതാ വേഗം പിന്നെ 7 മണിയൊക്കെ ആയപ്പോഴത്തേന് എല്ലാവരും കുളിയും മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളിതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വെയിൽ അരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മക്കൾ ഇതാക്കണ കുറേ ഫോട്ടോസൊക്കെ എടുത്തങ്ങാണ്ട് പിന്നെ എന്താക്കി ഒരു 7:20 ആയപ്പോൾ എന്താക്കി അവരങ്ങനെ പള്ളിയിലേക്ക് പോയിട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി വേഗം മുറ്റടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇന്നലത്തെ തുണികൾ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടു കേട്ടോ. എന്ന് വെച്ചാൽ പിന്നെ വന്നങ്ങാണ്ട് നമുക്ക് ഇവിടെ തോരടാനൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ വേഗം അകത്ത് കയറിങ്ങാണ്ട് എന്താക്കി ഒരു 7:30 ആയപ്പോൾ വേഗം എന്താക്കി ഇതാക്കണം പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇന്നിപ്പോൾ ചെറുപയർ പരിപ്പാട്ട് ഉണ്ടാക്കണത്. ചെറിയ പെരുന്നാളിന് നമ്മൾ പിന്നെ സേമിയൻ്റെ പായസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നിപ്പോൾ ഏതായാലും ചെറുപയർ പരിപ്പുമ്മ കണ്ടു കേട്ടോ. അതായത് ചെറുപയർ പരിപ്പ് നമ്മൾ പിന്നെ വറുത്തങ്ങാണ്ട് അങ്ങോട്ട് വേവിക്കാൻ വെച്ചിരിക്കണം കേട്ടോ. കുക്കറിലാട്ടോ വേവിക്കുന്നതാകുമ്പോൾ പിന്നെ വേഗം ഉടഞ്ഞും കിട്ടും കേട്ടോ. അങ്ങനെ ഇത് അടുപ്പത്താണ് ചിക്കൻ പൊരിക്കണം കേട്ടോ. അതാകുമ്പോൾ പിന്നെ ഗ്യാസുമ്മക്ക് തെറിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അതാകുമ്പോൾ അതിൻ്റെ പാട്ടിനെ അങ്ങനെ നോക്കുകയും ചെയ്യാമല്ലോ നമുക്ക്. അങ്ങനെ അതവിടെ അങ്ങനെ വറുത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഗ്യാസിൻ്റെ അടുത്ത് സാധനം വെച്ചുകൊണ്ട് അതിമൊക്കെ ഓടി വരണോ. അതിൻ്റെ ഇടയിൽ അവിടെയും പോകണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് നടക്കണ പണി തന്നെയായിരുന്നു കേട്ടോ. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ആകെ ഇപ്പോൾ ഒരു ബിരിയാണിയും പായസമേ വെക്കണുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയും പിറകും വരെയും പിറകും ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആയതുകൊണ്ട് എല്ലായിടത്തും ഓടി ഓടി നടന്ന് ഇങ്ങനെ പണിയെടുക്കണം. അപ്പോൾ അതൊരു കുറച്ച് റിസ്ക്കുള്ള പരിപാടി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും ഇപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ആവണം എന്നുള്ള ഇതിൽ നിൽക്കുക. പക്ഷേ ഇതിപ്പോൾ പെരുന്നാളാകുമ്പോൾ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. എന്താ വെച്ചാൽ വേഗം ആവും വേണം. പിന്നെ നമ്മൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ തിന്നുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് വേഗമൊക്കെ സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാക്കണേ നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളിയൊക്കെ അരിഞ്ഞങ്ങാണ്ട് കുക്കറിൽ ഇട്ടുകൊണ്ട് ഞാൻ 2 വിസിലടുപ്പിക്കലാണ് കേട്ടോ. അങ്ങനെ ഇതാ പായസം ഞാനിതാക്കണ കുടുക്കയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാക്കുക പാലും ഞാൻ ശർക്കരയും അങ്ങനത്തെ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഏകദേശമൊക്കെ നമ്മൾ പായസത്തിൻ്റെ പരിപാടിയൊക്കെയാണ് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനത്തെ ഒക്കെ വറുത്ത് കോരിങ്ങാണ്ട് എടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ചിക്കൻ അവിടെ എന്തായെന്ന് വെച്ചാൽ അതും പോയി നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പായസത്തിലേക്ക് ഇതാക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ അങ്ങോട്ട് നെയ്യിൽ വറുത്തങ്ങാണ്ട് നമ്മൾ പായസത്തിലേക്ക് കണ്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ പായസം ഇവിടെ അങ്ങോട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. മക്കൾ പള്ളിയിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ. അവർ പിന്നെ അനിയൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവർ വന്ന് പിന്നെ ഇതാ അവർക്കും പായസം കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ചോറും വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ ഇതാ ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. ഇനി ഇതാ നമുക്ക് ദമ്മിടാം. അങ്ങനെ ചോറൊക്കെ ആയിട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് ദമ്മിടണം കേട്ടോ. അങ്ങനെ ഇതാ ചിക്കനും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഇതാ പിന്നെ ചോറ് ദമ്മിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ സഹായത്തിന് ഇവിടെ ഓരോരുത്തർ കുട്ടികളുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളി സാലഡ് ഉണ്ടാക്കണൊക്കെ സച്ചുമോനാണ് കേട്ടോ. പിന്നെ അവന് കുപ്പായ ഇടാത്തതുകൊണ്ടാണ് അവനെ വീഡിയോയിൽ കാണിക്കാത്തത് കേട്ടോ. കാരണം എപ്പോഴും പറയാൻ കുപ്പായ ഇടാത്ത വീഡിയോ ഉമ്മച്ചി എടുക്കരുത് പറയൂ കേട്ടോ. അപ്പോൾ അതാ നമ്മളിവിടെ പിന്നെ ചോറൊക്കെ ദമ്മിട്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇവിടെ വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പത്താണ് കേട്ടോ കൊണ്ടുപോയിട്ട് ദമ്മിടാൻ കൊണ്ടുപോയി വെക്കണം. അടുപ്പ് എന്തായാലും നല്ല കണലും നല്ല ചൂടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ പൊരിച്ചുകൊണ്ട് അങ്ങനെ പിന്നെ അതല്ല മസാലയും ഞാൻ അവിടെ തന്നെ റെഡിയാക്കി കേട്ടോ. ചോറ് മാത്രമാണ് ഞാൻ ഗ്യാസുമ്മ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് പരിപാടി നെയ്യും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒഴിച്ചങ്ങാണ്ട് നമുക്ക് എന്താക്കാം പിന്നെ അടുപ്പത്താണ് കൊണ്ടുപോയി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് അങ്ങനെ അതവിടെ സെറ്റ് ആവട്ടെ. ഇനിയിപ്പോൾ കുറേ പാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി ഇവിടെ അടുക്കളൊക്കെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കൾ പറഞ്ഞ് നമുക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണിയൊക്കെ അടിപൊളിയാക്കാൻ കേട്ടോ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയും സാലഡൊക്കെ കൂട്ടിയിട്ട് നമുക്കങ്ങനെ ഭക്ഷണം കഴിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് മറ്റേ മുത്തുമോൻ കടയിൽ പോകണോണ്ട് അവനെ കിട്ടലേ ഇല്ലായിരുന്നു കേട്ടോ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നമ്മൾ ബലിപെരുന്നാൾ ഇത് ഇങ്ങനെ ഉണ്ട് ആഘോഷിച്ചിട്ടോ. പിന്നെ സെലി ഓട്ടം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സെല്ലിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 4 പേര് എന്താക്കി ഒരുമിച്ചിരുന്ന് കണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ നമ്മളെ അനിയൻ്റെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആസ് ബേബി ഉറങ്ങുകയാണ് കേട്ടോ. പിന്നെ പൊന്നൂസും പിന്നെ ഉമ്മയും അനിയൻ്റെ വൈഫും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർക്ക് പായസം കൊടുത്തു. പിന്നെ എന്താ പറയുക കുറേ ഇരുന്ന് സംസാരിച്ച് പിന്നെ പോക്കോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ എല്ലാവർക്കും നല്ല സംസാരമാണ്. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ.
പിന്നെ കുറേ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു രസമാണ് കേട്ടോ. ഓരോന്നും ഉണ്ടാക്കിയിട്ടും അതൊക്കെ തിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ പടക്കം പൊട്ടിക്കലും അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അനിയൻ്റെ വീട്ടിൽ പോയിട്ടില്ലായിരുന്നു, മക്കൾ മാത്രം പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ച് കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ട് പിന്നെ എല്ലാവരും ഇതാക്കണം അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. അങ്ങനെ ഇത് ആദ്യം വരെയൊക്കെയാണ് കേട്ടോ എടുത്തത്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ട് ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഇതാ പിന്നെ അനിയൻ്റെ പെണ്ണുങ്ങളൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഓരോ യാത്രയാക്കാൻ വേണ്ടിയിട്ട് മുത്തുമോനും അവരൊക്കെ പോയിങ്ങാണ്ട് അങ്ങനെ വന്നിട്ട് ഇച്ചുമോനെ അതൊക്കെ ചാമ്പക്ക വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുത്തുമോനെ അതൊക്കെ ചാമ്പക്ക പറിച്ചു കൊടുത്തിട്ടോ. പിന്നെ ഇതാ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ ഇതാ മാങ്ങയൊക്കെ മുറിച്ചങ്ങാണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ തിന്നാണ് കേട്ടോ ഇവിടെ. അപ്പം മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങിയിരിക്കുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണേ മാങ്ങയൊക്കെ തിന്ന് കഴിഞ്ഞാണ്ട് പിന്നെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ ഇതാക്കണ കുറച്ച് ബീഫ് എടുത്തുങ്ങാണ്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞങ്ങാണ്ട് നമുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണത് വരട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലിട്ടു കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങാച്ചോറും വെക്കുന്നുണ്ട്, കുറച്ച് ബിരിയാണി ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ തികയാതെ വരണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ വെക്കണം. അങ്ങനെ ഇതാക്കണം തേങ്ങ ചെറിയ വേവ് ചോറ് തിന്നും പോലെയാണ് കേട്ടോ, വാരി തിന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുട്ടികളെല്ലാം തിന്നാണെങ്കിൽ തിന്നട്ടെ കേട്ടോ. അങ്ങനെ ഇതാ വായി അട്ടിക്കാനിപ്പോൾ വായിയാണ് ശരിയാണ് കേട്ടോ. അങ്ങനെ ഇതാ അതിൻ്റെ തേങ്ങാച്ചോറും ബീഫ് വരട്ടിയതൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാക്കണം ഒരുമിച്ചിരുന്ന് കണ്ടാണ് ഭക്ഷണം കഴിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിന്നാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ അനിയനോടും പെണ്ണുങ്ങളോടും കൂടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഒട്ടും കേൾക്കണില്ല കേട്ടോ. അങ്ങനെ നീ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഓല് പോകാൻ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പെരുന്നാൾ വിശേഷം പറയാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്ന് ഒരുപാട് സമയം നമ്മളോട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു പെരുന്നാൾ കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഞങ്ങളെ പെരുന്നാൾ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.